വയനാട്ടിൽ നെല്ലു സംഭരണം വൈകുന്നതിൽ കർഷകരുടെ പ്രതിഷേധം. കണിയാമ്പറ്റ പഞ്ചായത്തിലെ കർഷകരാണ് നെൽചാക്കുകളുമായി കൃഷിഭവന് മുന്നിൽ പ്രതിഷേധിച്ചത്. സപ്ലൈകോ മില്ലുടമകളുമായി ഒത്തുകളിക്കുകയാണ് എന്നാണ് കർഷകരുടെ ആരോപണം. ജൂൺ 30 വരെയാണ് സർക്കാരിന്റെ നെല്ല് സംഭരണമുള്ളൂ. പക്ഷേ വയനാട്ടിൽ നിന്ന് നെല്ലെടുക്കാൻ ഇതുവരെ സർക്കാർ തയ്യാറായിട്ടില്ല. ഞങ്ങൾ കൊയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു മാസത്തിന്റെ മേലെയായി. 25 ദിവസം 30 ദിവസം കഴിഞ്ഞ നെല്ലുകൾ ഇന്ന് വരെ കയറ്റാൻ വന്നിട്ടില്ല. കർഷകനെ പ്രതിസന്ധിയിലാക്കുകയാണ്. ഇന്ന് ഇതുവരെ ലാസ്റ്റ് ഡേറ്റ് ആണ്. ഇന്ന് കഴിഞ്ഞാൽ ഞങ്ങളെ നെല്ല് കയറ്റിപ്പോലെ ഞങ്ങളിത് എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് സപ്ലൈക്ക് അത് പറഞ്ഞു തന്നാൽ മതി, കൃഷിഭവൻ അത് പറഞ്ഞു തന്നു. പിന്നെ വന്യമൃഗ ശല്യം ഇതിനെല്ലാം തരം ചെയ്ത് മഴയുടെ ആക്കാൻ നോക്കി. വണ്ടിക്കാരെന്ന് വെച്ചാൽ തൃശ്ശൂർ പാലക്കാട് നിന്ന് വരുന്ന വണ്ടിക്കാർ അവർ ഞങ്ങളുടെ സൗകര്യത്തിന് അവർ നിന്ന് കൊയ്ത് തരുന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇതിപ്പോൾ ഇത്രയും എടുക്കുന്നത്. ഈ പോക്ക് തന്നെ ഞങ്ങൾ പോവുകയാണെങ്കിൽ കൃഷിക്കാർ ഒരു കാലത്തിന് കൃഷി എടുക്കാൻ പോകുന്നില്ല. ഡേറ്റ് മാറ്റാണ്ട് ഒരു മാസം കൊയ്തെടുത്തവർ വരെ നെല്ലെടുത്തിട്ടില്ല. ഈ 31 എന്നുള്ള ഡേറ്റ് നമുക്ക് ഒരിക്കലും 30 എന്നുള്ള ഡേറ്റ് നമുക്ക് കഴിയില്ല. ഇപ്പോഴും പാടത്ത് കൊയ്യാൻ ഒരു 50% നെല്ല് കൊയ്യാൻ കിടക്കുകയാണ്. അപ്പം നമുക്ക് വയനാട്ടിനെ സംബന്ധിച്ചും ഈ കാലാവസ്ഥയെ സംബന്ധിച്ചും ഈ സമയങ്ങളിൽ കൊയ്യണമെങ്കിൽ ഇനിയും ഒരു 10-15 ദിവസം കൊണ്ട് കൊയ്ത്ത് തീരുള്ളൂ. ആ നെല്ലും കൂടി സംഭരിക്കണം. അതാണ് നമ്മളുടെ ആവശ്യം. മില്ലുടമകളുമായി സപ്ലൈകോ ഒത്തുകളിക്കുന്നു. ഇന്ന് കഴിഞ്ഞാൽ പിന്നെ സംഭരണമില്ല. മാത്രമല്ല, മെയ് അവസാനം കാലവർഷം എത്തിയതുകൊണ്ട് തന്നെ നെൽകർഷകർ വലിയ പ്രതിസന്ധിയിലായിരുന്നു. മഴ പെയ്തതോടെ കൊയ്യാനൊക്കെ ബുദ്ധിമുട്ടി. എങ്ങനെയൊക്കെയാണ് മെഷീൻ ഉപയോഗിച്ച് കൊയ്തെടുത്തത്. അതിനുശേഷമാണ് ഈ നെല്ല് സംഭരിക്കാതെ സപ്ലൈകോയും സർക്കാരും കർഷകരെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നാണ് ഇവരുടെ പരാതി. അങ്ങനെയാണ് കർഷകർ, പ്രത്യേകിച്ച് സംഘടനകളോ രാഷ്ട്രീയ പാർട്ടികളുടെ ഒന്നും പിന്തുണയില്ലാതെ കർഷകർ സംഘടിച്ച് കൃഷിഭവന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്.